വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമുക്ക് മത്തി പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം. മത്തി പൊള്ളിക്കുന്നതിന് ഞാനിവിടെ 1/2 കിലോ മത്തി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് മീനിലേക്ക് ഇങ്ങനെയൊന്ന് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ആദ്യം തന്നെ ഒരു മിക്സ് റെഡിയാക്കണം. അതിന് ഞാനിവിടെ പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗത്തോളം വേണം. പിന്നെ ഇതിൻ്റെ മസാലയൊന്ന് തയ്യാറാക്കുന്നതിന് ഒരു വലിയ തക്കാളി, 2 ചെറിയ സവാള, കുറച്ച് കറിവേപ്പില ഇത്ര കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പച്ച മിക്സും പിന്നെ മസാലയും സെപ്പറേറ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ട് പുളി വേണം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുടംപുളി ചെറിയ പീസാക്കി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ മീനൊന്ന് വറുത്തെടുക്കണം. മീൻ വറക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അതിനാവശ്യമായിട്ട് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മീനാവശ്യമായ ഉപ്പ് ഇത്ര കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ മീൻ വറുക്കുന്ന സമയത്ത് അധികം മുളക് പൊടി ചേർക്കണ്ട. ഇനി ഇത് ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇങ്ങനെ വെള്ളത്തിൽ കുഴച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല ശരിക്കും പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കിടക്കും. എല്ലാം ഈവനായിട്ട് പിടിക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. മീനിൻ്റെ ഉൾവശത്തൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് കുറഞ്ഞു പോകരുത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മീൻ അത്യാവശ്യം നല്ല ഉപ്പ് തന്നെ വേണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. ഇങ്ങനെ മത്തിയൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചൊന്ന് വറുത്തെടുക്കാം. ഇനി മീനൊന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ പച്ചക്കുരുമുളക് ഒന്ന് അടർത്തിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പച്ചക്കുരുമുളകുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ കൂടെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ എമൗണ്ടും കൂടി പോകണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാത്രം മുന്നിൽ നിൽക്കും. നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് കറിവേപ്പില കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയുടെ ഒരു പകുതി ഭാഗത്തോളം എടുത്ത് അതിൻ്റെ നീരൊന്നെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് നീര് മാത്രം ഒഴിച്ച് കൊടുക്കാൻ. കുരു കൂടി ചേർത്ത് അരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുരു അരയ്ക്കുമ്പോൾ അതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് കുരു മാറ്റി ഞാൻ ആവശ്യത്തിന് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനു മുൻപ് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളകിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ മീനിൻ്റെ ഒരു വശം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് വയ്ക്കാം. ഇപ്പോൾ പച്ചക്കുരുമുളകിൻ്റെ മിക്സും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മീനിൻ്റെ ഒരു വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയത്ത് കൂടുതൽ സമയം പാനിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റാം. ഫ്ലെയിമും ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മീൻ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അധികം നന്നായിട്ടൊന്നും ഡ്രൈ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഈ ഒരു പാകം മാത്രം മതിയാവും നമ്മുടെ മീനിന്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കാം. നമ്മൾ മീൻ വറുത്ത അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കുരുമുളകിൽ അതിൻ്റെ മിക്സ് റെഡിയാക്കിയപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ എരിവും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മസാലയിൽ കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇനി സവാളയൊന്ന് വഴന്ന് വരുന്നതിന് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി അധികം പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ പുളി ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ തക്കാളിക്ക് അധികം പുളിയില്ല, കുറച്ച് മധുരം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടുണ്ട്. കുടംപുളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വാളംപുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർക്കാം. പക്ഷേ കുടംപുളി ചേർക്കുമ്പോഴാണ് നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ്. ഈ പുളി ഞാൻ 1 ചുള പുളി നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും കുടംപുളിയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവയുടെ പൊടി ചേർക്കാം. ഉലുവയുടെ പൊടിയും കൂടി ചേർത്തിട്ട് അധിക സമയം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ വറുത്ത് വെച്ചതിൻ്റെയൊക്കെ ചൂട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കുരുമുളകിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ മസാല വഴറ്റേണ്ട ഒരാവശ്യവുമില്ല. ഈ പച്ചയോട് കൂടി തന്നെ വേണം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മാരിനേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ആ ഒരു പച്ച ടേസ്റ്റും കുരുമുളകിൻ്റെ ആ പച്ച കളറും ഒക്കെ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന് കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയിൽ വേണം മാരിനേറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. മീൻ മാരിനേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇലയൊന്ന് വാട്ടിയെടുക്കാം. നല്ല ഫ്രഷ് ഇല എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 2 ദിവസമായി, അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് മഞ്ഞയായിട്ടുണ്ട്. ഇനി മീൻ വയ്ക്കുമ്പോൾ കുറച്ചൊരു കട്ടി വേണം അടിയിലുള്ള പീസിന്. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഇല കൂടി വെച്ച് ഒന്ന് കട്ടിയിലാക്കിയിട്ടുണ്ട്. ഈ ഇല വാട്ടിയെടുത്തിട്ട് വേണം വയ്ക്കാൻ. പിന്നെ ഈ മീനൊന്ന് കെട്ടിയെടുക്കുന്നതിന് അതിൻ്റെ അടിവശത്തുള്ള കട്ടിയുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് വള്ളി പോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയുടെ മുകളിലായിട്ട് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. സവാളയുടെയും തക്കാളിയുടെയും മിക്സ് ചേർക്കാം. ഒരു ലെയർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എമൗണ്ടിലേ തയ്യാറാക്കിയിട്ടുള്ളൂ. കാരണം നമ്മുടെ മീനിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകേണ്ടത് കുരുമുളകിൻ്റെ മിക്സിൻ്റെ ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് വളരെ കുറച്ച് എമൗണ്ടിലേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് ഒരു പൊതിയിലാണ് കെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 ഇലയിലായിട്ട് പൊതിഞ്ഞെടുക്കാവുന്ന. ഇപ്പോൾ മത്തിമീനായതുകൊണ്ട് ഞാനിവിടെ എല്ലാം കൂടി ഒന്നിച്ച് പൊതിഞ്ഞെടുക്കുകയാണ്. വലിയ മീനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇലയിൽ ഒരെണ്ണ വെച്ച് പൊതിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ ടേസ്റ്റുള്ള മസാലയാണ് കൂടുതൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഈ മസാല ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ മസാല സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ പുളി അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ മീനിൽ നന്നായിട്ട് പുളി പിടിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. അധികം ലൂസായി പോകാതെ 2 വശവും നന്നായിട്ട് ചേരുന്ന വിധത്തിൽ നന്നായിട്ട് അമർത്തി ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ വാഴയുടെ ഇലയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത നൂല് കൊണ്ട് 2 സൈഡും ഒന്ന് കെട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊള്ളിക്കാൻ ഇതുള്ള മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക്
കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊള്ളിക്കുന്ന മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പഴയ പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പഴയ പാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു പകുതി ചെറുതായിട്ട് ഇലയ്ക്കൊന്ന് ചെറിയ ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ തന്നെ മറിച്ച് വയ്ക്കുക. അങ്ങനെ രണ്ട് വശവും മറിച്ച് വെച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് പച്ചമസാല വെച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ സമയം ഇരുന്നൊന്ന് വെന്ത് വരണം. അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേഗം വെന്ത് കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ പൊള്ളിച്ചതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ട് എന്നും നമ്മൾ ഫിഷ് ഫ്രൈ കഴിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഉൾവശം കുറച്ചൊന്ന് വെളുത്തിരിക്കും. പക്ഷേ മസാലയുടെ ടേസ്റ്റ് കൂടി ചേരുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞങ്ങളിവിടെ കപ്പ പുഴുക്കിൻ്റെ കൂടെയാണ് ഈ മത്തി പൊള്ളിച്ചത് സെർവ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.